Dubai Gold and Diamonds, Pride of Generations. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. കോട്ടക്കൽ പുത്തൂർ സ്ഥിരം അപകട മേഖലയെന്ന് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം ലോറി നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ നിരവധി വാഹനങ്ങളാണ് തകർന്നത്. അപകടത്തിൽ പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി നാട്ടുകാർ പറഞ്ഞു. ലോറി ഡ്രൈവറുടെ മനക്കരുത്തിൽ ഒഴിവായത് വൻ ദുരന്തമാണ്. നീള 24 ലൈവ് കോട്ടക്കൽ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം വലിയൊരു അപകടം നടന്ന കോട്ടക്കൽ പുത്തൂരിലാണ്. ഇപ്പോൾ കോട്ടക്കൽ മേഖലയിൽ ഇപ്പോൾ പല ദേശീയപാതയിലൊക്കെ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അപകടം വളരെ ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. പാലക്കാട് ഭാഗത്തുനിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് വന്ന ഒരു ലോറി, അതിനകത്ത് മണ്ണാണ്. അത് വളരെ നല്ല ലോഡുള്ളൊരു വണ്ടിയാണ്. ആ വണ്ടി പോരുന്ന വഴിക്ക് ഇറക്കത്ത് വെച്ച് അത് നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് നേരെ ഇങ്ങോട്ട് പോരുന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് പല വാഹനങ്ങൾ തട്ടി. ഇതിൽ ഉണ്ടായിരുന്ന 2 കാറുകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ തട്ടിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷയൊക്കെ തകർന്ന് പോയ അവസ്ഥയിലാണ്. ഇതിൽ കുറച്ച് പേർക്ക് പരിക്കേറ്റുണ്ട്. അതിൽ 2 പേര് കോട്ടയ്ക്കൽ അൽമാസിൽ ഗുരുതരാവസ്ഥയിലുണ്ടായിരുന്നു. അതിലൊരാളുടെ പരിക്ക് ഗുരുതരമായതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഇവിടെ പോലീസ് ചെക്കിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ പോലീസുകാരും ഈ രക്ഷാപ്രവർത്തനത്തിലുണ്ടായിരുന്നു. നാട്ടുകാരുടെ ഒരു ഇടപെടലാണ്. ഇവിടെയുള്ള നാട്ടുകാർ എത്രയും പെട്ടെന്ന് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും എല്ലാവരും പരിക്കേറ്റവരെ ഉടനെ ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചു. അതുതന്നെയാണ് ഒരുപക്ഷെ വലിയൊരു ദുരന്തം എന്ന അവസ്ഥയിൽ നിന്നും ഇല്ലാതാക്കിയത്. ഇത് പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് പോകുന്ന ലോറിയാണ്. ആ ലോറിയിൽ മണ്ണാണല്ലേ ബ്രേക്ക് പോയതാണ്. അരിച്ചോളി ഇറക്കത്തിൽ പീസ് സ്കൂളിൻ്റെ അവിടെ നിന്നാണ് പോയിട്ടുള്ളത്. ഇതിൽ പരിക്ക് പറ്റിയൊരവസ്ഥയില്ല. പരിക്ക് 2 പേർക്ക് കുറച്ച് കൂടുതൽ പരിക്കുണ്ടെന്ന് തോന്നുന്നു. അൽമാസ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരാളെ വന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പരിസരത്തുള്ളവർ തന്നെ ഇവിടെ ഉള്ളതല്ല. അതിൽ ഒരു പേരുടെ പുത്തൂർ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത്. അവർ വയനാട്ടുകാരാണ്, ഇവിടെ താമസിക്കുകയാണ്. ലോറി എവിടെ നിന്ന് വരുന്നതാണ്? ലോറി പാലക്കാട് വന്നാണ് വരുന്നത് അറിയാൻ സാധിച്ചത്. കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിട്ടില്ല. അതാണ്. ഏകദേശം എത്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്? 7ഓളം വാഹനം തട്ടിയിട്ടുണ്ട്. ഇരുചക്ര വാഹനം. ഇപ്പോൾ ഇവിടെ തന്നെ 3 വാഹനമുണ്ട്. 2 വാഹനം അപ്പുറത്തുക, 2 വാഹനം മുകളിലുണ്ട്, ഓട്ടോ കാർ മേലെ ഉണ്ട്. നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം. രക്ഷാപ്രവർത്തനം നാട്ടുകാർ ഓടി. പിന്നീടാണ് പോലീസ്. പിന്നീട് പോലീസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അവരുണ്ട് പോലീസിൻ്റെ അല്ല ഇതിൽ തന്നെ വന്നിട്ടില്ല. പോലീസ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തൊരു തട്ടുകട ഉണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ വരുന്ന സ്ഥലമായിരുന്നത്. ഇത് കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള എല്ലാ നമ്മുടെ മുനിസിപ്പാലിറ്റി എല്ലാം പൊളിച്ച് നീക്കിയായിരുന്നു. ഈ ബൈപ്പാസിലുള്ള അനധികൃത സ്ഥാപനങ്ങളിൽ അതിൽ പൊളിച്ച് നീക്കിയ ഒരു സ്ഥാപനത്തിൻ്റെ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപക്ഷെ ഇത് പൊളിച്ച് നീക്കിയില്ലായിരുന്നെങ്കിൽ ആ വൈകുന്നേര സമയത്ത് ഒരുപാട് പേര് ഒരു വലിയ ദുരന്തത്തിൽ പെടുമായിരുന്നു. എന്തായാലും ആ ആളുകളൊക്കെ വരാവുന്ന ആളുകളൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിങ്ങളിവിടെ ഈ കടയിലൊക്കെ വരാറുണ്ടായിരുന്നു നേരത്തെ. ഈ കടയിൽ ഇപ്പോൾ അന്നൊക്കെ നല്ല കച്ചവടമുള്ള ഒരുപക്ഷെ വന്നിരുന്നെങ്കിൽ എല്ലാം പോക്കന്നെ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. ഈ സൈസ് ഇടിച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതായത് ഒരുപാട് പേര് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതെ രക്ഷപ്പെടുക ചെയ്തത്. ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ എന്താ ഇങ്ങനെ വർദ്ധിക്കാൻ? അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാണ്, വലിയ ഇറക്കാണ്. ആ ഇറക്കം എങ്ങനെയാണ് അയാളെ ബ്രേക്ക് പോയി എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ചൂടായിട്ടാവും, ചിലപ്പോൾ മഴേൻ്റെ പ്രശ്നമാവും, അതെങ്ങനെയാവും. ഏതായാലും വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളത് പറയാം. ഇത്ര ഇതുമ്പിലൊന്നും ഒതുങ്ങി നിന്നല്ലോ. ഇപ്പോൾ ഈ വാഹനം കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അതായത് നിയന്ത്രണം തെറ്റുവെന്നെങ്കിലും ഈ ഡ്രൈവർ ഒരു മഞ്ചേരിക്കാരനാണ്. അദ്ദേഹം ചെയ്തൊരു വലിയ ഒരു കാര്യമുണ്ട്. ഇവിടെ തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ദേശീയപാതയിലൊരു അപകടം ഉണ്ടായ ഒരാളുടെ മരണമൊക്കെ സംഭവിച്ചിട്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി, അദ്ദേഹം ഒരു കപ്പ കർഷകനാണ്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഇവിടെ സമീപത്ത് തന്നെ ഒരു കപ്പ ചലഞ്ച് സംഘടിപ്പിച്ചിരുന്നു. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ അപകടം നടക്കുമ്പോൾ ഈ ആൾക്കൂട്ടം കണ്ടപ്പോൾ ഈ ലോറിയുടെ ഡ്രൈവർ കാണിച്ചൊരു വലിയ, അദ്ദേഹത്തിന് പെട്ടെന്ന് ഉണ്ടായ ഒരു കാഴ്ചയാണ്. അത് ആൾക്കൂട്ടത്തിലേക്കാണ് ആ വാഹനം വന്നിരുന്നെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാവുന്നതിലപ്പുറം ഒരു അപകടമാണ്. ഒരുപാട് പേരുടെ മരണം സംഭവിക്കുമായിരുന്നു. അദ്ദേഹം നേരെ ആൾക്കൂട്ടത്തിലേക്ക് പോകാതെ വെട്ടിച്ച് താഴേക്ക് ഇങ്ങനെയാ കൊണ്ടുവന്ന് ആ അപകടം ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും ഇങ്ങനെയുള്ള അവസ്ഥകൾ, അതായത് ഇപ്പോൾ മഴക്കാലമാണ്, അതുകൂടാതെ റോഡുകളൊക്കെ വലിയ വീതിയുള്ള റോഡുകളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നിയന്ത്രണം തെറ്റി വാഹനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മൾക്ക് അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ഒതുങ്ങിക്കൊടുക്കുക എന്നത് തന്നെയാണ് യാത്രക്കാരോട് പറയാനുള്ള ഒരു കാര്യം. എന്തായാലും ഇതൊരു വലിയ ദുരന്തമാകുമായിരുന്ന ഒരപകടം. എന്നാലും അപകടം തന്നെയാണ്. ഒരുപാട് പേരുടെ മരണം സംഭവിക്കുമാകുന്ന ഒരു അപകടം ഇങ്ങനെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. മഴക്കാലമാണ്. ഓരോ യാത്രക്കാരും സൂക്ഷിച്ച് യാത്ര ചെയ്യണമെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. കോട്ടക്കൽ ബ്യൂറോയ്ക്ക് വേണ്ടി നീള 24 ലൈവ് ജബ്ബാർ വേണാട്ട്.